ബിജുവും സജ്ജുവും ഞാൻ ഹൈദരാബാദിലുള്ളപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായി. ഒരു വികാരിച്ചൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി രണ്ടുപേരും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കാര്യത്തിൽ ചെയ്തെന്നെ സഹായിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ ഒരുപാട് പിള്ളേരുള്ള സ്ഥലമാണ്. എല്ലാ ഇടവകളിലെയും പിള്ളേരെ ഒന്നിച്ചു കൂട്ടുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന രണ്ടുപേരാണ്. ഒരുപക്ഷെ അമ്മച്ചി മരിച്ചെന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരോടുള്ള കടപ്പാട് ഈ അമ്മച്ചിയുടെ നന്മയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവരെ പ്രസവിച്ച അമ്മച്ചി, സജുവിൻ്റെ മരുമകനായിട്ട് സ്വീകരിച്ച അമ്മച്ചി എത്രയോ നല്ലൊരു അമ്മച്ചിയായിരുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ മരണത്തിലെ ദുഃഖമായിട്ട് കഴിയുന്ന ഈ കുടുംബത്തോട് എൻ്റെ മനസ്സിൻ്റെ അടുപ്പവും അമ്മച്ചിയോടുള്ള ഇഷ്ടവും അറിയിക്കാനാണ് ഞാനോട് സംഗീതനായത്. മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയാണ്. പക്ഷെ ആ വെള്ളിയാഴ്ച നമ്മൾ എത്തിക്കുന്നത് ഉത്ഥാനത്തിന്റെ സന്തോഷത്തിലാണ്. അമ്മച്ചി കടന്നു പോകുന്നത് ദൈവത്തിന്റെ പക്കലേക്കാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച അമ്മച്ചി ദൈവത്തിന്റെ സ്വന്തമായിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് കൂട്ടിച്ചേർക്കപ്പെടാനായിട്ട് യാത്രയാകുകയാണ്. മാലാകുമാരെ അകമ്പടി സേവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ധാരാളം പേര് സ്വർഗത്തിലുള്ളവരെ അമ്മച്ചിക്ക് വരവേൽപ്പ് നൽകാനായിട്ട് ഉണ്ടാകും. അമ്മച്ചി നിങ്ങൾക്ക് നൽകിയത് സ്വത്തും സൗന്ദര്യമൊന്നുമല്ല. അമ്മച്ചി നിങ്ങൾക്ക് നൽകിയത് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളുമാണ്. ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക് കൈമാറുന്നതാണ്. മരിച്ചവരുടെ കൈമുത്തുന്ന ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ വിളിക്കുന്ന പേര് കൈ കസ്തൂരി സ്വീകരിക്കാനാണ്. കൈയിൻ്റെ കസ്തൂരി മക്കൾ ഏറ്റുവാങ്ങുന്ന ആചാരത്തിനെയാണ് ഈ കൈമുത്തൽ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അമ്മച്ചിയുടെ കൈ കസ്തൂരി നിങ്ങളുടെ ജീവിതത്തിന് സുഗന്ധമായിട്ട് തീരാൻ കാരണമാകട്ടെ. അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള കടപ്പാടും ഇഷ്ടവും സഭയുടെ നാമത്തിൽ അറിയിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദീർഘമായി യാത്ര ചെയ്ത് ഇവിടെ എത്തി.